കവിളിൽ നല്ല പിങ്കി ഗ്ലോ തരുന്ന ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ഉണ്ട്. അതേതാണെന്ന് അറിയണോ? അതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ആ മാജിക്കൽ ഇൻഗ്രീഡിയന്റ് ഏതാണെന്നല്ലേ? റെറ്റിനോൾ. പേരൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. സംഭവം നമ്മുടെ വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. റെറ്റിനോളിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൺസ്പോട്സ്, സൺ ഡാമേജ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ പോലുള്ള എല്ലാ വിധത്തിലുമുള്ള കറുത്ത പാടുകൾ ഇവ മാറ്റാൻ പെർഫെക്റ്റ് ആണ്. പിന്നെ ഇത് സെല്ലിന്റെ ടേൺ ഓവർ ടൈം കൂട്ടിവിടുന്നത് കാരണം മുഖക്കുരു ഉള്ള ആളുകൾ, കൂടാതെ നമുക്ക് എൻലാർജ് പോർസ് ഒക്കെ ഉണ്ടാവില്ലേ, അറിയാലോ, പോർസിനും സ്കാൾസിനും ഒക്കെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു എക്സലന്റ് ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ റെറ്റിനോൾ. പിന്നെ നമ്മുടെ കൊളാജന്റെ പ്രൊഡക്ഷൻ കൂട്ടിവിടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് സൈൻസ് ഓഫ് ഏജിങ് കുറയ്ക്കാനായിട്ടും നമുക്ക് ഓൾറെഡി നമുക്ക് ഫേസിലുള്ള റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇത് കുറയ്ക്കാനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. സ്കിൻ എപ്പോഴും ഭയങ്കര ഫ്രഷും ഒരു പ്ലംപിയറും ആയിട്ടും പിന്നെ ആദ്യം പറഞ്ഞ പോലെ റോസി കളറായിട്ടും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റാണ് റെറ്റിനോൾ. പിന്നെ ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് വേറെ ഒന്നും കൂടെ ഉണ്ട്. ചില ആളുകളുടെ സ്കിൻ ഭയങ്കര തിന്നായിരിക്കും, ഭയങ്കര നേർപ്പിച്ച് ഉള്ളിലുള്ള ഞരമ്പെല്ലാം കാണുന്ന ടൈപ്പായിട്ടുള്ള സ്കിൻ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സ്കിന്നിന്റെ കട്ടി ഒന്ന് കൂട്ടിയെടുക്കാനായിട്ടും നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ഹെൽത്തിയർ ആക്കാനായിട്ടും ഈ സ്കിന്നിന്റെ ബാരിയർ ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആൾക്കാരെല്ലാം അതൊന്ന് ശരിയാക്കാനായിട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റും കൂടെയാണ് നമ്മുടെ റെറ്റിനോൾ. റെറ്റിനോളിന്റെ റിസൾട്ട് കാണാൻ എത്ര ദിവസം എടുക്കും? മിനിമം നമുക്കൊരു 8 ആഴ്ച സമയമെങ്കിലും റെറ്റിനോളിന്റെ റിസൾട്ട് കാണാൻ വേണം. പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അല്ല റെറ്റിനോൾ എന്നുള്ളത്. ഹൗ ടു യൂസ് റെറ്റിനോൾ? റെറ്റിനോൾ എപ്പോഴും നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രം എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതും എല്ലാ ദിവസവും ഒന്നും സ്റ്റാർട്ടിങ് തുടങ്ങരുത് കേട്ടോ. ആഴ്ചയിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് വീക്കിലേക്ക് നമ്മൾ തുടങ്ങാവൂ. കാര്യം പുതിയൊരു ഇൻഗ്രീഡിയന്റ് നമ്മൾ സ്കിന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചാടി കയറി നമ്മൾ ചെയ്യാൻ പാടില്ല. ഗ്രാജുവലി നമുക്ക് ആ വൺ ടൈം യൂസ് ചെയ്തത് ഓക്കെ ആണെങ്കിൽ പതുക്കെ അടുത്ത വീക്കിൽ നമ്മൾ 2 ദിവസം യൂസ് ചെയ്യാം. പിന്നെ അടുത്ത വീക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പതുക്കെ നമുക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കണ്ടന്റ് ആണ്. പിന്നെ ഓടി ചാടി റെറ്റിനോൾ എടുത്ത് ഫേസിലേക്ക് നമ്മൾ തേക്കരുത്. നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാര്യം റെറ്റിനോൾ ഒരു സിറം ആണെങ്കിലും റെറ്റിനോൾ ഒരിക്കലും ആ വെള്ളമുള്ള സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യാനേ പാടില്ല. അത് കാരണം ഹാഫ് അവർ വെയിറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മൾ റെറ്റിനോൾ ട്രൈ ചെയ്യാൻ. നല്ലപോലെ ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ എപ്പോഴും സാൻഡ്വിച്ച് മെത്തേഡിൽ വേണം യൂസ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, അതിന്റെ മുകളിൽ നമ്മൾ റെറ്റിനോൾ തേക്കുക, അതിന്റെ മുകളിൽ വീണ്ടും മോയ്സ്ചറൈസർ തേക്കുക. അതേസമയം ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആളുകൾക്ക് അത് വേണമെന്നില്ല. ഡയറക്റ്റ്ലി നമുക്ക് സ്കിന്നിലേക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ മുകളിലേക്ക് മോയ്സ്ചറൈസർ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഭയങ്കര എക്സസീവ് ആയിട്ട് പിമ്പിളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ മോയ്സ്ചറൈസറിന്റെ പാർട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കിയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വളരെ തിൻ ലെയർ മാത്രമാണ് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യാവുന്നത്. അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറും വളരെ തിൻ ലെയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. റെറ്റിനോൾ രാത്രി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഡേ ടൈമിൽ നിർബന്ധമായിട്ടും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഇടുകയും ചെയ്യണം. റെറ്റിനോൾ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സ്വർണ്ണ യൂസേഴ്സിന് ഇതേപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് സ്വർണ്ണ യൂസ് ചെയ്യാത്തതായിട്ടുണ്ടല്ലോ, ആ ദിവസം നമുക്ക് റെറ്റിനോൾ നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. അതിന്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതി. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. സെയിം നൈറ്റിൽ സ്വർണ്ണയും റെറ്റിനോളും കൂടി ഒരുമിച്ച് വേണ്ട. പക്ഷെ ഓൾട്ടർനേറ്റീവ് നൈറ്റ്സിൽ നമ്മൾ റെറ്റിനോൾ ആഡ് ചെയ്യുന്നത് സ്കിന്നിന് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. നമ്മുടെ റെറ്റിനോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ, പിന്നെ സ്കിന്ന് ഭയങ്കര റെഡ് കളറായിട്ട് ഇരിക്കുന്ന ആളുകൾ, പിന്നെ എക്സിമ പോലെയുള്ള കണ്ടീഷൻ ഉള്ളവർ, ഹോർമോണൽ ആക്നെ, PCOD ഒക്കെ കാരണം നമുക്ക് കുരുക്കളൊക്കെ വരില്ലേ, അങ്ങനെയുള്ള ഹോർമോണൽ ആക്നെ മുകളിലൊന്നും നമ്മുടെ റെറ്റിനോൾ വർക്കാവില്ല കേട്ടോ. അത് കാരണം അങ്ങനെയുള്ളവർ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട്. റെറ്റിനോൾ ഏത് ഏജ് തൊട്ടാണ് തുടങ്ങാൻ പറ്റുന്നത് നല്ലത്? എസ്പെഷ്യലി നമുക്ക് ലേറ്റ് 20s ഒക്കെ ഇല്ലേ, അപ്പോൾ തൊട്ട് നമുക്ക് റെറ്റിനോളിന്റെ യൂസേജ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ റെറ്റിനോളിന്റെ കൂടെ ഒഴിവാക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ബെൻസോയിൽ പെറോക്സൈഡ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് കംപ്ലീറ്റ്ലി ക്യാൻസൽ ആയി പോകും. പിന്നെ വെറുതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസ് മുടക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് കാരണം അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ റെറ്റിനോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, പിന്നെ അതിന്റെ റിസൾട്ട് പറയൂ കേട്ടോ.